ഏറ്റവും പുതിയ എഡിഷൻ 2024 ജൂൺ 15 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. ഇതിലെല്ലാം PSC ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യകാലത്ത് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം? പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതവുമാണ് പെരിയാർ. 1950 വന്നത്. 1978 കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പെരിയാർ വന്യജീവി സങ്കേതം മാറി. തേക്കടി വന്യജീവി സങ്കേതമെന്നും പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നു. കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രം, തമിഴ്നാട്ടിലെ മുതുമല വന്യജീവി സങ്കേതം എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതെന്ന് വെച്ചാൽ എറണാകുളത്തെ തട്ടേക്കാടാണ്. മയിലുകളുടെ സംരക്ഷണത്തിനുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചൂലന്നൂർ. കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലൻറ്റ് വാലി. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാ? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. ഇപ്പോൾ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. അത് ഇത്രയും ഒന്നും കൂടെ നോക്കാം. ആദ്യകാലത്ത് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം അത് പെരിയാറാണ്. 1978 കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പെരിയാർ വന്യജീവി സങ്കേതം മാറി. തേക്കടി വന്യജീവി സങ്കേതമെന്നും പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നു. കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രം, തമിഴ്നാട്ടിലെ മുതുമല വന്യജീവി സങ്കേതം എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ചോദിച്ചാൽ ഏതാ എഴുതുക? എറണാകുളത്തെ തട്ടേക്കാട്. ഇനി മയിലുകളുടെ സംരക്ഷണത്തിനുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചൂലന്നൂർ. കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലൻറ്റ് വാലി. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം ഏതാ? അത് മഹാരാഷ്ട്ര. ഇത്രയും എല്ലാം പഠിക്കുക. LGSനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതെല്ലാം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതാണ് ഈ ഒരു എഡിഷനിൽ ഈ ഒരു ടോപ്പിക്ക് അങ്ങനെ PSC ഇടുന്നത്. ഇനി അടുത്ത, റോർക്കല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഒഡീഷയാണ് ആൻസർ. ROG, റോഗ്, BCR നമ്മളിങ്ങനെ കോഡിട്ട് പഠിക്കും. റോഗ് എന്ന് പറഞ്ഞാൽ റോർക്കല, ഒഡീഷ സ്ഥിതി ചെയ്യുന്നു. ജർമ്മനിയുടെ സഹായത്തോടെ നിർമ്മിച്ച സ്റ്റീൽ പ്ലാന്റാണ് റോർക്കല. അപ്പോൾ റോഗ്, നമുക്ക് റോർക്കല സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജർമ്മനിയുടെ സഹായത്തോടെയാണ് റോർക്കല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത്. റോഗ് കേട്ടോ, റോഗ്, ROG, റോഗ്. മറ്റേത് BCR, ഭിലായി, ഛത്തീസ്ഗഡ്, റഷ്യയുടെ സഹായത്തോടെ. അതാണ് BCR. ഇരുമ്പൊടുക്ക് നിർമ്മാണത്തിന് പ്രാധാന്യം ലഭിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണെന്നൊരു കുറഞ്ഞതൊരു 50 വട്ടമെങ്കിലും ഞാൻ കണ്ടുകൊണ്ട് ക്വസ്റ്റ്യൻ. അത് 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ചെറുകിട ഇരുമ്പ് ഉരുക്ക് നിർമ്മാണശാലയാണ് തമിഴ്നാട്ടിലെ പോർട്ടോനോവയിൽ 1830 സ്ഥാപിതമായത്. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. BCR, അതായത് റഷ്യയുടെ സഹായത്തോടെ 1959 ഭിലായ് ഉരുക്ക് നിർമ്മാണശാല നിർമ്മിച്ചത്. BCR, റോഗ്, BCR ഈ 2 കോളുണ്ടെങ്കിൽ ഒരിക്കലും മറക്കത്തില്ല. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല ഛത്തീസ്ഗഡിൽ റഷ്യയുടെ സഹായത്തോടെ. ഭിലായ്, ഛത്തീസ്ഗഡ്, റഷ്യ. BCR. വിജയനഗര സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിൽ. സേലം സ്റ്റീൽ പ്ലാന്റ് തമിഴ്നാട്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് എവിടെയാണ്? കർണാടകയിലെ ഭദ്രാവതിയിലാണ്.
ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സെയിൽ. നിലവിലെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ചെയർമാൻ അമരേന്ദു പ്രകാശാണ്. സെയിൽ അതോർത്ത് വെക്കണേ, സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നിലവിലെ ചെയർമാൻ അമരേന്ദു പ്രകാശ്. ചണം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അത് ഇന്ത്യയാണ്. ചണം. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ബാർലി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന റഷ്യ, ചോളം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന അമേരിക്ക, ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ചൈന, റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന തായ്ലൻഡ്, കാപ്പി ആരാണ്? കാപ്പി ബ്രസീൽ. കാപ്പി ഈ അടുത്ത് ചോദിച്ചായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. അപ്പം ചണം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ബാർലി റഷ്യ. അങ്ങനെ ഓർത്താൽ മതി. ബിയർ എന്ന് ഓർത്താൽ മതി. ബിയർ എന്ന് ഓർത്തിട്ട് യും കളഞ്ഞാൽ മതി. ബാർലി റഷ്യ, ചോളം അമേരിക്ക, ഗോതമ്പ് ചൈന, റബ്ബർ തായ്ലൻഡ്, കാപ്പി ബ്രസീൽ, അടുത്ത ക്വസ്റ്റ്യൻ. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിക്കുന്ന കേരളത്തിലെ സ്ഥലം കഞ്ചിക്കോട്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലമാണ് കഞ്ചിക്കോട്. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി സ്ഥാപിതമായ സ്ഥലം വിഴിഞ്ഞമാണ്. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി സ്ഥാപിതമായ സ്ഥലം വിഴിഞ്ഞം. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലം കഞ്ചിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്? ജലവൈദ്യുതിയാണ്. ജലവൈദ്യുതി ഉണ്ട് അല്ലേ, നമുക്കറിയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുതിയാണ്. കൽക്കരിയിൽ നിന്നൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത്. കേരളത്തിൽ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ, 1940. മുതിരമ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ്? ഇടുക്കി ഡാം. കാനഡയുടെ സഹായത്തോടെയാണ് ഇടുക്കി ഡാം നിർമ്മിച്ചത്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. പത്തനംതിട്ടയിലാണ് മണിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് കൂത്തുങ്കൽ. ഇത് മാറിപ്പോരുതേ. ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി കൂത്തുങ്കലും കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറുമാണ്. ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ ശേഷി 780 മെഗാവാട്ടാണ്. ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ ശേഷി 780 മെഗാവാട്ട്. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി സ്ഥാപിതമായ സ്ഥലം വിഴിഞ്ഞം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതി. ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത്. കേരളത്തിൽ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. മുതിരമ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. കാനഡ സഹായത്തോടെയാണ് ഇടുക്കി ഡാം നിർമ്മിച്ചത്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ, പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് കുത്തുങ്കൽ, ഇടുക്കി. ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ ശേഷി 780 മെഗാവാട്ട്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ചോദിച്ചിട്ടുള്ളതാണ്. മൗലാന അബുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദ്. കുറച്ച് റിലേറ്റഡ് ഇത് പഠിക്കാം. ദേശീയ അധ്യാപക ദിനം ആയിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 5. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. ഈ നവംബർ 11 മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്. ദേശീയ അധ്യാപക ദിനമാണ് സെപ്റ്റംബർ 5. അൽ ഹിലാൽ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അൽ ഹിലാൽ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ മൗലാന അബുൽ കലാം ആസാദ്. ഉറുദു ഭാഷയിലായിരുന്നു ഈ പത്രം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റാണ് മൗലാന അബുൽ കലാം ആസാദ്. 1888 മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അബുൽ കലാം ആസാദ്. അബുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? അബുൽ കലാം ആസാദിൻ്റെ.
ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനം. അധ്യാപക ദിനമായി ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5. അൽ ഹിലാൽ എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാരാണ്? മൗലാന അബുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നത് മൗലാന അബുൽ കലാം ആസാദ്. 1888 മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി മൗലാന അബുൽ കലാം ആസാദ്. അബുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. പഴശ്ശിരാജ കൊല്ലപ്പെട്ട വർഷം? ഉത്തരം 1805 ആണ്. 1805. പഴശ്ശിരാജയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക മേധാവി ആരാണ്? ആർതർ വെല്ലസ്ലി. പഴശ്ശിരാജയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക മേധാവിയാണ് ആർതർ വെല്ലസ്ലി. ഇനി പഴശ്ശിരാജ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂരിലാണ്. വളപ്പട്ടണം നദിക്ക് കുറുകയാണ്. ഈ പഴശ്ശിരാജ അണക്കെട്ട്, പഴശ്ശിരാജ മ്യൂസിയം ഇതെല്ലാം പഠിക്കണം. ചോദിക്കും, മാറിപ്പോകരുത്. ഇത് ഓർത്തു വെക്കാൻ അണക്കെട്ടിന് പകരം നമ്മൾ ഡാക്ക എന്നാണ് ഓർത്തിരിക്കുന്നത്. ഡാക്ക ഡാം കണ്ണൂർ. ഇനി മ്യൂക്കോ നമ്മൾ ഓർത്തിരിക്കും, മ്യൂസിയം കോഴിക്കോട്. ഡാക്ക മ്യൂക്കോ. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. മ്യൂക്കോ. പഴശ്ശിരാജയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക മേധാവി ആർതർ വെല്ലസ്ലി. പഴശ്ശിരാജ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്, വളപ്പട്ടണം നദിക്ക് കുറുകെ. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. പഴശ്ശിരാജ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. അത് മറന്നു പോകാതിരിക്കാൻ ഒരു എളുപ്പവഴിയെന്ന് പറഞ്ഞാൽ ആ സ്മാരകത്തിൻ്റെ എന്ന് മാത്രം ഓർത്താൽ മതി. രണ്ടാമത് ഉണ്ട്, മാനന്തവാടി സ്മാരകം. മാനന്തവാടിയുടെ സ്മാരകത്തിന് രണ്ടാമത്തെ അക്ഷരത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ പഴശ്ശിരാജ ഡാം, അതായത് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരും, മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടും, സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി വയനാട്ടിലാണ്. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരമാണ് പഴശ്ശി വിപ്ലവം. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവേ ബാബർ. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരം ഏതാണ്? പഴശ്ശി വിപ്ലവം. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആയിരുന്ന ആരാണ്? തോമസ് ഹാർവേ ബാബർ. പുരളിശമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? അത് പഴശ്ശിരാജയാണ്. പുരളിശമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. ഇനി പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇത് സർദാർ KM പണിക്കർ. പുരളിശമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. ഒന്നാം പഴശ്ശി വിപ്ലവം അതിൻ്റെ കാലഘട്ടവും രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടവും പഠിക്കണം. ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം 1793 to 1797. രണ്ടാം പഴശ്ശി വിപ്ലവ കാലഘട്ടം 1800 to 1805. ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം 4 വർഷമായിരുന്നു. ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം 93 മുതൽ 97 വരെ. രണ്ടാം പഴശ്ശി വിപ്ലവ കാലഘട്ടം 1800 മുതൽ 1805 വരെ. ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുറിച്യർ ലഹള. ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുറിച്യർ ലഹള. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ തമ്പി. കുറിച്യർ ലഹള വർഷം 1812 കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ തമ്പി. രാജാവിൻ്റെ സർവ്വ സൈന്യാധിപനായിരുന്നത് കൈതേരി അമ്പുവാണ്. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ആർതർ വെല്ലസ്ലി. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? കേണൽ ആർതർ വെല്ലസ്ലി.
നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ ഇന്ത്യൻ വ്യവസായി ആരാണ്? ശാന്തി പ്രസാദ് ജെയിനാണ്. 1944 ശാന്തി പ്രസാദ് ജെയിൻ ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് സ്ഥാപിച്ചത്. 1944 ശാന്തി പ്രസാദ് ജെയിൻ ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് സ്ഥാപിച്ചു. 1961 മുതലാണ് ജ്ഞാനപീഠം അവാർഡ് ഏർപ്പെടുത്തിയത്. അവാർഡ് നൽകി തുടങ്ങിയത് പക്ഷേ 1965 മുതലാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. 1961 മുതലാണ് ജ്ഞാനപീഠം അവാർഡ് ഏർപ്പെടുത്തിയതെങ്കിലും അവാർഡ് നൽകി തുടങ്ങിയത് എപ്പോൾ മുതലാണ്? 1965 മുതലാണ്. ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് സ്ഥാപിച്ചത് ശാന്തി പ്രസാദ് ജെയിൻ ഏത് വർഷമാണ്? 1944. മലയാളിയായ ജി ശങ്കരക്കുറുപ്പാണ് ആദ്യ ജ്ഞാനപീഠം നേടിയത്. നേടിയതാരാണ്? ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. 1982 വരെ കൃതികൾക്ക് നൽകിയിരുന്ന ജ്ഞാനപീഠം പിന്നീട് സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കാക്കി മാറ്റി. അപ്പം എന്ന് തൊട്ടാണ് കൃതികൾക്ക് നൽകിയിരുന്ന ജ്ഞാനപീഠം സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കാക്കി മാറ്റിയത്? 1982 ശേഷം. ആ ചോദ്യം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അതിനു മുമ്പ് പറഞ്ഞ എല്ലാ ചോദ്യവും കണ്ടിട്ടുണ്ട്. ജ്ഞാനപീഠം ലഭിച്ച ആദ്യ വനിത ആരാണ്? അത് ചോദിച്ചിട്ടുണ്ട്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ആശാപൂർണ ദേവി. ജ്ഞാനപീഠം ലഭിച്ച ആദ്യ വനിതയാണ് ആശാപൂർണ ദേവി. 1976 പ്രഥമ പ്രതിശ്രുതി എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. ബംഗാളി എഴുത്തുകാരിയാണ് ആശാപൂർണ ദേവി. ജ്ഞാനപീഠം ലഭിച്ച ആദ്യ വനിത ആരാണ്? ആശാപൂർണ ദേവി. 1976 ലഭിച്ചത്. അത് പ്രഥമ പ്രതിശ്രുതി എന്ന കൃതിക്കായിരുന്നു ആ പുരസ്കാരം. ബംഗാളി എഴുത്തുകാരിയാണ്. നമുക്ക് ജ്ഞാനപീഠം ലഭിച്ച മലയാളികളെ പഠിക്കാം. ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പ് 1965 ഓടക്കുഴൽ എന്ന കൃതിക്ക്. രണ്ടാമത് ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാണ്? SK പൊറ്റക്കാടിന്. അത് 1980 ഒരു ദേശത്തിൻ്റെ കഥ, അതിനാണ് ലഭിച്ചത്. ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് SK പൊറ്റക്കാടിന് 1980 ജ്ഞാനപീഠം ലഭിച്ചു. 1984 ലഭിച്ചു പിന്നെയും ആർക്കാണ്? തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക്. അപ്പോൾ 1965 ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴലിന് ലഭിച്ചു ജ്ഞാനപീഠം. 1980 രണ്ടാമത്തെ ജ്ഞാനപീഠം SK പൊറ്റക്കാടിന് ഒരു ദേശത്തിൻ്റെ കഥ, അതിന് ലഭിച്ചു. തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് 1984 ലഭിച്ചു. പിന്നീട് ലഭിച്ച ആർക്കാണ്? നാലാമത് MT വാസുദേവൻ നായർ. 1995 ലഭിച്ചത്. ഇനി ONV കുറുപ്പിന് 2007 ലഭിച്ചു ജ്ഞാനപീഠ അവാർഡ്. 2007 ജ്ഞാനപീഠം ലഭിച്ചത് ONV കുറുപ്പിന്. 2019 ലഭിച്ചിട്ടുണ്ട് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് ലഭിച്ചത്. അക്കിത്തം അച്യുതൻ 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ്? ഗുൽസാർ. സസൂര സിംഗ് കാലറ ഉറുദു. സ്വാമി രാമഭദ്രാചാര്യ സംസ്കൃതം. അപ്പം നമുക്ക് പഠിക്കേണ്ട 6 പേര് ഓർത്തിരിക്കുക. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് അവസാനം ലഭിച്ച മലയാളികളിൽ 2019. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഗുൽസാർ. കൃതി ഏതാണ്? സസൂര സിംഗ് കാലറ, ഉറുദു ആണ്. സ്വാമി രാമഭദ്രാചാര്യ സംസ്കൃതം. 2 പേർക്ക് ലഭിച്ചു. കാശിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? അത് ആസാമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? അത് ജിം കോർബറ്റ് ആണ്. ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ്. ഇന്ത്യയിലെ ഫോസിൽ നാഷണൽ പാർക്കുകളാണ് മണ്ഡല, അത് മധ്യപ്രദേശിലാണ്, സിവാലിക്കും ഹിമാചൽ പ്രദേശിലാണ്. സിവാലിക്കും. ഇന്ത്യയിലെ ഫോസിൽ നാഷണൽ പാർക്കുകൾ മണ്ഡല മധ്യപ്രദേശിലും സിവാലിക്ക് ഹിമാചൽ പ്രദേശിലും. നമുക്ക് പഠിക്കാം. ദേശീയോദ്യാനം, മൗലിംഗ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. മൗലിംഗ് ദേശീയോദ്യാനം അരുണാചൽ പ്രദേശ്. വാൽമീകി ദേശീയോദ്യാനം ബീഹാറിൽ. ഇനി വേൽവാദർ ഗുജറാത്തിൽ. മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ്? മറൈൻ നാഷണൽ പാർക്ക് ഗുജറാത്തിൽ. ഇപ്പോൾ മൗലിംഗ് നാഷണൽ പാർക്ക് അരുണാചൽ പ്രദേശിൽ, വാൽമീകി ബീഹാറിൽ, വേൽവാദർ ഗുജറാത്തിൽ, മറൈൻ ഗുജറാത്തിൽ. ബണർഘട്ട നാഷണൽ പാർക്ക് കർണാടകയിലാണ്. ബണർഘട്ട. ഇനി ബ്ലൂ മൗണ്ടൻ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ബ്ലൂ മൗണ്ടൻ നാഷണൽ പാർക്ക് മിസോറാമിൽ, ദുദുവ് ഉത്തർപ്രദേശിൽ. ബ്ലൂ മൗണ്ടൻ മിസോറാം, ദുദുവ് ഉത്തർപ്രദേശിൽ. ഖുദ്രമുഖ് നാഷണൽ പാർക്ക് കർണാടകയിൽ. ഇനി ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്, അത് ഗ്രേറ്റ് ഹിമാലയൻ ദേശീയോദ്യാനം ഹിമാചൽ പ്രദേശിലാണ്. ആ ഹിമാലയ എന്ന് ഓർത്താൽ ഹിമാചൽ പ്രദേശ്. ഗ്രേറ്റ് ഹിമാലയൻ ഹിമാചൽ പ്രദേശിൽ. അപ്പോൾ ദേശീയോദ്യാനം നമുക്ക് മൗലിംഗ് ദേശീയോദ്യാനം അരുണാചൽ പ്രദേശിൽ, വാൽമീകി ദേശീയോദ്യാനം ബീഹാർ സംസ്ഥാനത്ത്, വേലവദാർ ദേശീയോദ്യാനം ഗുജറാത്തിൽ, മറൈൻ ദേശീയോദ്യാനം ഗുജറാത്തിൽ, ബണർഘട്ട ദേശീയോദ്യാനം കർണാടകയിൽ, ബ്ലൂ മൗണ്ടൻ ദേശീയോദ്യാനം മിസോറാമിൽ, ദുദുവ് ദേശീയോദ്യാനം ഉത്തർപ്രദേശിൽ, ഖുദ്രമുഖ് കർണാടകയിലും, ഗ്രേറ്റ് ഹിമാലയൻ ഹിമാചൽ പ്രദേശിലും. രാഷ്ട്രപതിക്കായി മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? രാഷ്ട്രപതിക്കായി മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സ്. ഇന്ത്യയിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന ഇലക്ഷൻ കമ്മീഷനാണെങ്കിലും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്ന ആരാ? സുപ്രീം കോടതി. ഇത് രണ്ടും മാറിപ്പോരുത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന ഇലക്ഷൻ കമ്മീഷനും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയുമാണ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് വൈസ് പ്രസിഡൻറ്റിനാണ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? ഗവർണർ, സ്റ്റേറ്റ് ഗവർണർ. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള പ്രസിഡൻറ്റ് ഇന്ത്യയുടെ 15ാമത് പ്രസിഡൻ്റായി സ്ഥാനമേറ്റതാരാണ്? ദ്രൗപദി മുർമുവെ. നമുക്ക് രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന നടപടിയാണ് ഇംപീച്ച്മെൻറ്റ്. ഇംപീച്ച്മെൻറ്റിനെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 61. ആർട്ടിക്കിൾ 61 രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന നടപടിയായ ഇംപീച്ച്മെൻറ്റ്. രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ എത്ര മാസത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതി തിരഞ്ഞെടുക്കണം? രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ 6 മാസത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണം. ഇപ്പം ഇംപീച്ച്മെൻറ്റിൻ്റെ ആർട്ടിക്കിൾ 61 രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ 6 മാസത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതി തിരഞ്ഞെടുക്കണം. അടുത്തത് നമ്മൾ 10 ക്വസ്റ്റ്യനാണ് എപ്പോഴും ഇവർ കൊടുക്കുന്നത്. അതുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഭരതനാട്യമാണ്. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം എന്താണ്? ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം, ദാസ്യാട്ടം എന്നിങ്ങനെ അറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഭരതനാട്യം. എന്തൊക്കെയാണ്? ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമാണ് ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം, ദാസ്യാട്ടം എന്നിങ്ങനെ അറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഭരതനാട്യം. ഭരതനാട്യത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്താണ്? അഭിനയദർപ്പണം. ഭരതനാട്യത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം അഭിനയദർപ്പണം. ഭരതനാട്യം ഉത്ഭവിച്ച എവിടെ നിന്നാണ്? തമിഴ്നാട്ടിൽ നിന്നാണ് ഭരതനാട്യം ഉത്ഭവിച്ചത്.
നാട്യശാസ്ത്ര അടിസ്ഥാനത്തിലുള്ള നൃത്തരൂപമാണ് ഭരതനാട്യം. നാട്യശാസ്ത്രം രചിച്ചതാരാണ്? അത് ഭരതമുനിയാണ്. ആന്ധ്രാപ്രദേശിലെ നൃത്തരൂപമാണ് കുച്ചിപ്പുടി. നമുക്ക് ഈ ഭരതനാട്യത്തിൻ്റെ ഒന്ന് പഠിക്കാവേ. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമാണ് ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം, ദാസിയാട്ടം എന്നിങ്ങനെ അറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഭരതനാട്യം. ഭരതനാട്യത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് അഭിനയ ദർപ്പണം. ഭരതനാട്യം ഉത്ഭവിച്ചത് എവിടെ നിന്നാണ്? തമിഴ്നാട്ടിൽ നിന്ന്. നാട്യശാസ്ത്ര അടിസ്ഥാനത്തിലുള്ള നൃത്തരൂപം അത് ഭരതനാട്യം. നാട്യശാസ്ത്രം രചിച്ചതാരാണ്? അത് ഭരതമുനിയാണ്. ആന്ധ്രാപ്രദേശിലെ നൃത്തരൂപമാണ് കുച്ചിപ്പുടി. കുച്ചിപ്പുടിയാണ് ആന്ധ്രാപ്രദേശിലെ നൃത്തരൂപം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏതാണെന്ന് PSCയുടെ പ്രധാനപ്പെട്ടയും ഇഷ്ടപ്പെട്ടോടുള്ള ക്വസ്റ്റ്യനാണ്. അത് കൂടിയാട്ടമാണ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടം. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്ന് പറയുന്നത് അമ്മന്നൂർ മാധവ ചാക്യാർ. കൂടിയാട്ടത്തിൻ്റെ കുലപതി ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാർ. കേരളത്തിൻ്റെ തനത് കലാരൂപം ഏതാണെന്ന് വെച്ചാൽ എഴുതും? അത് കഥകളിയാണ്. കേരളത്തിൻ്റെ തനത് കലാരൂപം ഏതാണെന്ന് വെച്ചാൽ അത് കഥകളി. കഥകളിയുടെ ആദ്യ രൂപം എന്ന് പറയുന്നത് രാമനാട്ടം. അതായത് അപ്പം കൂടിയാട്ടത്തിൻ്റെ കുലപതി അമ്മന്നൂർ മാധവ ചാക്യാർ. കേരളത്തിൻ്റെ തനത് കലാരൂപം കഥകളി. കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടം. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടം. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക. ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവിയുള്ള നൃത്തരൂപങ്ങളുടെ എണ്ണം 8 ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവിയുള്ള നൃത്തരൂപങ്ങളുടെ എണ്ണം 8 അത് ഏതൊക്കെയാണെന്നറിയാമോ? ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവിയുള്ള നൃത്തരൂപങ്ങളുടെ എണ്ണം അത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഈ ഒറ്റയാനെ കണ്ടെത്തുക എന്നും പറഞ്ഞ് ക്വസ്റ്റ്യൻ ഇങ്ങനെയും തരാമല്ലോ. ഭരതനാട്യം ഈ ക്ലാസിക്കൽ പദവിയുള്ള നൃത്തരൂപങ്ങൾ 3 തന്നിട്ട് ഇല്ലാത്ത തരാം. അല്ലെങ്കിൽ ക്ലാസിക്കൽ പദവി ഇല്ലാത്ത നൃത്തരൂപങ്ങൾ 3 തന്നിട്ട് പിന്നെ ക്ലാസിക്കൽ പദവിയുള്ള ഏതെങ്കിലും നൃത്തരൂപം തരാം. അങ്ങനെ ഉണ്ട്. അപ്പോൾ പഠിച്ചു വെക്കുക. ക്ലാസിക്കൽ പദവിയുള്ള നൃത്തരൂപങ്ങളുടെ എണ്ണം 8 അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഭരതനാട്യം, കഥകളി, ഒഡീസി കുച്ചിപ്പുടി. ഭരതനാട്യം, കഥകളി, ഒഡീസി കുച്ചിപ്പുടി, മണിപ്പൂരി, മോഹിനിയാട്ടം, കഥക്, സാത്രിയ അവിടുത്തെയാണ് ആസാമിൽ. അപ്പം 8 ഭരതനാട്യം, കഥകളി, ഒഡീസി, കുച്ചിപ്പുടി, മണിപ്പൂരി, മോഹിനിയാട്ടം, കഥക്, സാത്രിയ. നിങ്ങൾക്കൊരു ഷോർട്ട്സായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ക്ലാസിക്കൽ പദവിയുള്ള നൃത്തരൂപങ്ങളുടെ എണ്ണം അതിങ്ങനെ വീഡിയോ പോലെ കണ്ടാൽ ചിലപ്പോൾ ഓർത്തിരിക്കും. അപ്പോൾ ഇത്രയാണ് 10 ക്വസ്റ്റ്യൻ, അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ. ഇത്ര നിങ്ങൾ പഠിക്കുക.